ഹലോ ഫർബിക്കോ ബിസിനസ്സിലേക്ക് സ്വാഗതം. ഇത് ചെറിയതും വലുതുമായ മൊബൈൽ ഷോപ്പുകൾക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ബില്ലിംഗ് ഇൻവെന്ററി മൊബൈൽ സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഷോപ്പിലെ സ്റ്റോക്ക് മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലെറ്റ്, ആക്സസറീസ്, യൂസ്ഡ് ആൻഡ് ന്യൂ സ്റ്റോക്ക് ആഡ് ചെയ്യാനും സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമർമാർക്ക് IMEI നമ്പർ ഉള്ള ബിൽ നൽകാനും യൂസ്ഡ് മൊബൈൽ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ കസ്റ്റമേഴ്സ് ID പ്രൂഫ് സേവ് ചെയ്യാനും ദിനംപ്രതി ചെലവുകൾ ആഡ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാനും എല്ലാം ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യമായി നിങ്ങൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയി ഫർബിക്കോ ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു OTP ലഭിക്കും. OTP എൻ്റർ ചെയ്തതിനു ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ഫോം ലഭിക്കും. ആ ഫോം മുഴുവനായും ഫില്ല് ചെയ്യുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സെയിൽസ് ഇൻവോയ്സിൽ കാണിക്കേണ്ട സ്റ്റോർ അഡ്രസ് നൽകണം. സ്റ്റോർ ഇമെയിൽ ഇല്ലാത്തവർക്ക് പേഴ്സണൽ ഇമെയിൽ നൽകാവുന്നതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ഒരു മൊബൈൽ ഫോൺ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യുന്നത് കാണിച്ചുതരാം. അതിനായി സ്ക്രീനിൽ കാണുന്ന ആപ്പ് സ്റ്റോക്ക് ബട്ടണിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന ചുവപ്പു നിറത്തിലുള്ള ബാർകോഡ് സ്കാനറിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ചെയ്യേണ്ട മൊബൈൽ ഫോണിൽ *0#6# ഡയൽ ചെയ്ത് IMEI നമ്പർ എടുക്കുക. ശേഷം ആ IMEI നമ്പർ ബാർകോഡ് സ്കാൻ ചെയ്യുക. ബാർകോഡ് ഇല്ലാത്ത മോഡലുകൾ ആയാൽ IMEI നമ്പർ മാനുവൽ ആയി ടൈപ്പ് ചെയ്ത് നൽകുക. നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് IMEI അല്ലെങ്കിൽ സെക്കൻഡ് IMEI നമ്പർ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്തതിനു ശേഷം തുടർച്ചയായി ചെയ്യുക. അടുത്ത സ്ക്രീനിൽ കാറ്റഗറി സെലക്ട് കാണാം. മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ആക്സസറീസ് എന്നിവ. ഇവിടെ നമുക്ക് മൊബൈൽ സെലക്ട് ചെയ്യാം. അടുത്തത് മോഡൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ മോഡൽ നെയിം ഇവിടെ സെർച്ച് ചെയ്യുക. ഉദാഹരണത്തിന് വിവോ V50 ടൈപ്പ് ചെയ്താൽ സ്ക്രീനിൽ V50 കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ രണ്ട് ഓപ്ഷൻസ് കാണാം. ഒരു ആഡ് സ്റ്റോക്ക്, 2 ബൈ ഫ്രം കസ്റ്റമർ. ഇവിടെ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ 2 വഴികളുണ്ട്. ആഡ് സ്റ്റോക്ക് നമ്മൾ ഒരു ഹോൾസെയിലിൽ നിന്നോ അറിയാവുന്ന ഷോപ്പ് അല്ലെങ്കിൽ സെല്ലറിൽ നിന്നോ വാങ്ങുന്ന പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ ആഡ് സ്റ്റോക്ക് ക്ലിക്ക് ചെയ്യുക. ബൈ ഫ്രം കസ്റ്റമർ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അടുത്ത സ്റ്റെപ്പിൽ കാണിക്കുന്നതാണ്. ഇനി ചെയ്യേണ്ടത് വേരിയന്റ് സെലക്ട് ചെയ്യുന്നതാണ്. മുകളിൽ കാണുന്ന സെലക്ട് ടൈപ്പിൽ പ്രോഡക്റ്റ് പുതിയതാണെങ്കിൽ ബ്രാൻഡ് ന്യൂ സെലക്ട് ചെയ്യുക. ഉപയോഗിച്ചതാണെങ്കിൽ യൂസ്ഡ് സെലക്ട് ചെയ്യുക. പിന്നീട് GB സെലക്ട് ചെയ്യുക. പർച്ചേസ് പ്രൈസിൽ നമ്മൾ വാങ്ങിയ പ്രൈസ് എൻ്റർ ചെയ്യുക. സെല്ലിംഗ് പ്രൈസിൽ നിങ്ങൾ വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം പ്രൈസ് നൽകുക. അടുത്തതായി ഹോൾസെയിലർ പാർട്ടി ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. നമുക്ക് പ്രൊഡക്റ്റ് തരുന്ന ആളുടെ നെയിം, കോൺടാക്റ്റ് നമ്പർ, ഷോപ്പ് അഡ്രസ്, ലൊക്കേഷൻ എന്നിവ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ഒരിക്കൽ സേവ് ചെയ്താൽ അടുത്ത സ്റ്റോക്ക് ആഡ് ചെയ്യുമ്പോൾ ഹിസ്റ്ററിയിൽ സേവ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് വേഗത്തിൽ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ സഹായിക്കും. പ്രോഡക്റ്റ് ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇമേജ് അപ്ലോഡ് ചെയ്യുക. എല്ലാം പൂർത്തിയാക്കിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് സ്റ്റോക്കിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വ്യൂ സ്റ്റോക്കിൽ പോയാൽ നിങ്ങൾ ആഡ് ചെയ്ത എല്ലാ സ്റ്റോക്കും കാണാൻ കഴിയും. ഒരു പ്രോഡക്റ്റിന്റെ വിശദാംശങ്ങൾ അറിയാൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ പർച്ചേസ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഉൾപ്പെടെ മുഴുവൻ വിവരങ്ങളും കാണാം. സെല്ലിംഗ് പ്രൈസിന് താഴെ പർച്ചേസ് പ്രൈസ് കാണിക്കണമെങ്കിൽ ഷോ പ്രൈസ് ഇനേബിൾ ചെയ്യാം. മുകളിൽ വലത് വശത്ത് കാണുന്ന എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ GB, പ്രൈസ്, പാർട്ടി ഡീറ്റെയിൽസ് എല്ലാം മാറ്റങ്ങൾ വരുത്താം. ഇതോടെ ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെ എന്നത് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് കരുതുന്നു. ഇനി നാം ഒരു കസ്റ്റമറിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴും അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും സ്റ്റോക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്റ്റോക്ക് ആഡ് ചെയ്യാൻ മുൻപ് ചെയ്തതുപോലെ തന്നെ ബാർകോഡ് സ്കാനർ ഉപയോഗിച്ച് IMEI നമ്പർ സ്കാൻ ചെയ്യുക. കാറ്റഗറിയും മോഡലും സെലക്ട് ചെയ്യുക. താഴെ 2 ഓപ്ഷൻസ് വരും. അവയിൽ ബൈ ഫ്രം കസ്റ്റമർ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം സെലക്ട് ടൈപ്പ് ബ്രാൻഡ് ന്യൂ യൂസ്ഡ് തിരഞ്ഞെടുക്കുക. GB വേരിയന്റ് സെലക്ട് ചെയ്യുക. ബൈ പ്രൈസ് എൻ്റർ ചെയ്യുക. പിന്നീട് കസ്റ്റമർ നെയിം, കോൺടാക്റ്റ് നമ്പർ ഫിൽ ചെയ്യുക. താഴെ കാണുന്ന പ്ലസ് ബട്ടൺ അമർത്തി ക്യാമറ ഓൺ ചെയ്ത് ID പ്രൂഫ് ഫോട്ടോ എടുത്ത് സേവ് ചെയ്യുക. അഡ്രസ് മാനുവൽ ആയി ടൈപ്പ് ചെയ്യണമെങ്കിൽ കോളം ഫിൽ ചെയ്യുക.
എല്ലാം പൂർത്തിയായ ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ സ്റ്റോക്കിലും സെയിൽസ് ഹിസ്റ്ററിലും ആഡ് ചെയ്തിരിക്കും. ഇനി ഹോം പേജിൽ പോയാൽ ടുഡേ ട്രാൻസാക്ഷൻ കാണാം. മുകളിൽ കാണുന്ന ടുഡേ ഹൈലൈറ്റ്സിൽ നിങ്ങളുടെ ഷോപ്പിലെ മൊത്തം സ്റ്റോക്ക് അമൗണ്ടും ക്വാണ്ടിറ്റിയും കാണാൻ കഴിയും. ഇതോടൊപ്പം കസ്റ്റമേഴ്സിന് വിറ്റത് സോൾഡ്, കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിയത് ബോട്ട് എന്നിങ്ങനെ ഡെയിലി സ്റ്റാറ്റസ് ആയി കാണാം. കസ്റ്റമറിൽ നിന്ന് എടുത്ത പ്രോഡക്റ്റ് സ്റ്റോക്കിൽ പോയി എഡിറ്റ് ചെയ്ത് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കേണ്ടതാണ്. ഇതോടെ ബൈ ഫ്രം കസ്റ്റമർ വഴി സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതെങ്ങനെയെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ആദ്യം ഷോപ്പിലെ എല്ലാ സ്റ്റോക്കുകളും ആഡ് ചെയ്യുക. ഇനി നമുക്ക് ആഡ് ചെയ്ത ഇൻവെന്ററി എങ്ങനെ സോൾഡ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം സ്റ്റോക്കിൽ പോകുക. വിൽക്കേണ്ട മോഡൽ ഓപ്പൺ ചെയ്തതിനു ശേഷം താഴെ വലത് വശത്ത് കാണുന്ന സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എത്ര അമൗണ്ടിനാണ് വിൽക്കുന്നത് എന്ന അമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കസ്റ്റമർ നെയിം കോൺടാക്റ്റ് നമ്പർ എൻ്റർ ചെയ്യുക. അഡ്രസ് ആൻഡ് റിമാർക്ക് ഓപ്ഷണൽ ആണ്. ശേഷം സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ സെയിൽസ് ഹിസ്റ്ററിൽ സെയിൽ ആഡ് ആയിരിക്കും. ഹോം പേജിൽ ടുഡേ ട്രാൻസാക്ഷൻ, ടുഡേ ഹൈലൈറ്റ്സിലും അത് കാണാം. ഇനി കസ്റ്റമേഴ്സിന് ഇൻവോയ്സ് എളുപ്പത്തിൽ എങ്ങനെ നൽകാം എന്ന് നോക്കാം. ഉദാഹരണത്തിന് വിവോ V50 ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മുഴുവൻ സെയിൽസ് ഡീറ്റെയിൽസ് കാണാം. മോഡൽ, സ്റ്റോറേജ്, IMEI നമ്പർ, സോൾഡ് ഡേറ്റ്, ടൈം, പർച്ചേസ് പ്രൈസ്, സോൾഡ് പ്രൈസ്, പ്രോഫിറ്റ്, നിങ്ങൾ ആരിൽ നിന്ന് വാങ്ങി, ആർക്ക് കൊടുത്തു, സെയിൽ പേഴ്സൺ ആരാണ്. ഇവയെല്ലാം ഹിസ്റ്ററിയിൽ അൺലിമിറ്റഡ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ക്ലൗഡ് സിസ്റ്റം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡേറ്റ സേഫ് സെക്യൂർ ആയി സംരക്ഷിക്കും. മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഏത് ഫോണിലും ലോഗിൻ ചെയ്യാം. നിങ്ങളുടെ ഒരു ഡാറ്റയും നഷ്ടമാകില്ലെന്ന് ഫർബിഗോ ബിസിനസ് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഇൻവോയ്സ് നൽകാൻ താഴെ കാണുന്ന ഷെയർ ഇൻവോയ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രിന്റ് എടുത്തോ PDF ആയിട്ട് വാട്സാപ്പിലേക്കോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻവോയ്സ് നൽകാം. അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട സെയിൽസ് എക്സ്പെൻസ് റിപ്പോർട്ട്സ് ഇവിടെ ലഭിക്കും. ബ്രാൻഡ് സെയിൽസ് ഗ്രാഫിൽ ഏതു ബ്രാൻഡ്സ് ആണ് നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് പ്രോഫിറ്റ് തരുന്നത് എന്ന് ചെക്ക് ചെയ്യാം. ഏർണിംഗ്സ്, സെയിൽസ്, റിട്ടേൺ, എക്സ്പെൻസസ്, നെറ്റ് പ്രോഫിറ്റ്, ബാലൻസ് കാണാം. ഇവയെല്ലാം ഡെയിലി ഇൻകം, വീക്ക്ലി ഇൻകം, മന്ത്ലി ഇൻകം, ആനുവൽ ഇൻകം കസ്റ്റമൈസ് ചെയ്തു കാണാം. ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി, ടോട്ടൽ റവന്യൂ, ഗ്രോസ് പ്രോഫിറ്റ്, റിട്ടേൺ, ലോസ് പ്രോഫിറ്റ്, സ്റ്റാഫ് സെയിൽസ് കൗണ്ട് എല്ലാം തന്നെ മിനിമൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ആയി യൂസർ ഫ്രണ്ട്ലി ആയ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസസ് ആഡ് ചെയ്യാനും ഈ ആപ്പിലൂടെ സാധിക്കും. അടുത്ത സ്റ്റെപ്പ് ഡെയിലി എക്സ്പെൻസസ് ആഡ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഓവർഹെഡ് എക്സ്പെൻസസ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനും ഒരു സേവനം നൽകാനും നേരിട്ട് വേണ്ട ചെലവല്ലെങ്കിലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമിതമായി വരേണ്ട ചെലവുകൾ. ഷോപ്പ് റെന്റ്, വൈദ്യുതി, ജോലിക്കാരുടെ ശമ്പളം, പരസ്യ ചെലവ്, റിപ്പയർ ചെലവ് മുതലായവ നമ്മുടെ എക്സ്പെൻസ് ബുക്കിൽ ആഡ് ചെയ്യാം. ഇവ കുറിച്ചു വെക്കാൻ എക്സ്പെൻസസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ആഡ് എക്സ്പെൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാറ്റഗറി ലിസ്റ്റ് കാണാം. ഇനി പുതുതായി നിങ്ങൾക്ക് വേണമെന്ന കാറ്റഗറി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ക്രിയേറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി കാറ്റഗറി ലിസ്റ്റിൽ ഉദാഹരണത്തിന് നമുക്ക് റൂം റെന്റ് ആഡ് ചെയ്യാം. അമൗണ്ട് എൻ്റർ ചെയ്യുക. റിമാർക്ക് ആഡ് ചെയ്യുക. ശേഷം ക്രിയേറ്റ് ചെയ്താൽ എക്സ്പെൻസ് ആഡഡ് ആയി. ഇനി നമുക്ക് റിപ്പോർട്ടിലേക്ക് പോയാൽ അവിടെയും നമ്മുടെ ചെലവുകളുടെ വിവരങ്ങൾ കാണാം. നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റിൽ എക്സ്പെൻസസ് മൈനസ് ആയി നെറ്റ് പ്രോഫിറ്റ് ഏർണിംഗ്സ് കാണാം. ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ആനുവൽ എക്സ്പെൻസസ് നമുക്ക് മീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മൾട്ടിപ്പിൾ യൂസേഴ്സ് ഫീച്ചർ. നിങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനും ഈ ആപ്പ് യൂസ് ചെയ്യാൻ ആക്സസ് നൽകണമെങ്കിൽ ഓണർ ആയ നിങ്ങളുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യാവുന്നതാണ്. എങ്ങനെ എന്ന് നോക്കാം. ഹോം പേജ് മുകളിലെ ഭാഗത്ത് റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ശേഷം മാനേജ് ടീം ക്ലിക്ക് ചെയ്യുക. അവിടെ ന്യൂ യൂസർ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ന്യൂ യൂസർ സെലക്ട് ചെയ്യുക. ആഡ് ചെയ്യേണ്ടയാളുടെ മൊബൈൽ നമ്പർ, നെയിം ഫിൽ ചെയ്യുക. ശേഷം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് യൂസ് ചെയ്യേണ്ട ഫോണിൽ ഫർബിഗോ ബിസിനസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP നൽകുക. ഇനി നിങ്ങളുടെ ടീമിനും ID യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഡിലീറ്റ് ചെയ്യാനോ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനോ ഓണർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
നമ്മുടെ ബിസിനസ് എവിടെ നിന്നാണെങ്കിലും ട്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി നാം സെയിൽ ചെയ്ത ഒരു പ്രോഡക്റ്റ് എങ്ങനെ പെട്ടെന്ന് കണ്ടെത്താം എന്ന് നോക്കാം. സെയിൽസ് ഹിസ്റ്ററിൽ പോയി മൊബൈൽ ആണെങ്കിൽ മോഡൽ സെർച്ച് ചെയ്യുക. എക്സാമ്പിൾ, ഞാൻ ഇവിടെ സാംസങ് F05 ടൈപ്പ് ചെയ്തു. ഇവിടെ സെയിം മോഡലിന്റെ 4 എണ്ണം സെയിൽ ചെയ്തു കാണാം. ഓരോന്നും ഓപ്പൺ ചെയ്ത് IMEI നമ്പർ വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു മോഡൽ കണ്ടെത്തണം എങ്കിൽ സെർച്ചിൽ പോയി IMEI നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് അല്ലെങ്കിൽ മുഴുവനായോ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെയിൽസ് ഹിസ്റ്ററി ലഭിക്കും. ഇതേ മെത്തേഡ് തന്നെ സ്റ്റോക്കിലും IMEI നമ്പർ സെർച്ച് ചെയ്ത മോഡൽ കണ്ടെത്താം. ഇത് യൂസ്ഡ് മൊബൈൽ ഫോൺ സെയിൽ ചെയ്യുന്നവർക്ക് വളരെ ഉപകരിക്കും. പുതിയ ഫോണുകൾക്ക് വാറന്റിക്ക് വേണ്ടിയുള്ള IMEI നമ്പർ ഉള്ള ഇൻവോയ്സ് എപ്പോൾ വേണമെങ്കിലും നൽകാൻ ഈ ആപ്പ് നിങ്ങളെ സഹായിക്കും. ഇനിയും പുതിയ ഫീച്ചേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഫർബിഗോ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ് വളരാൻ തുടർച്ചയായ അപ്ഡേറ്റ്സ്.